SP ജോക്കോബ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിൽ വരുന്ന സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ CBSEയിൽ ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി തസ്തികകളായി 212 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. വിശദവിവരങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനലിലെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ ഇതുപോലുള്ള ജോലി സംബന്ധമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. പോസ്റ്റ് കോഡ് 10/24 ഗ്രൂപ്പ് ബി സൂപ്രണ്ടൻ്റാണ്. പേ ലെവൽ 6 വരുന്നതാണ്. അതായത് 35,400 ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ബേസിക് പേ. ഏതാണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യങ്ങളെല്ലാം കൂടെ കൂട്ടുമ്പോൾ ഏതാണ്ട് 60,000 രൂപയ്ക്ക് മുകളിൽ നിങ്ങൾക്ക് ശമ്പളമായിട്ട് ലഭിക്കും. മാക്സിമം ഏജ് 30 വയസ്സ്. വേക്കൻസി SC 21, ST 10, OBC നോൺ ക്രീമി ലെയർ 38, EWS 14, UR 59. ടോട്ടൽ 142 വേക്കൻസിയാണ് നിലവിൽ വന്നിരിക്കുന്നത്. അടുത്തത് പോസ്റ്റ് കോഡ് 11/24 ഗ്രൂപ്പ് സി ആണ്. ജൂനിയർ അസിസ്റ്റൻറ്റ്. പേ ലെവൽ 2, അതായത് 19,900 സ്റ്റാർട്ടിംഗ് ബേസിക് പേ. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യങ്ങളെല്ലാം കൂടെ കൂട്ടുമ്പോൾ ഏതാണ്ട് 35,000 രൂപയ്ക്ക് മുകളിൽ നിങ്ങൾക്ക് ശമ്പളമായിട്ട് ലഭിക്കും. ഉയർന്ന പ്രായം 27 വയസ്സ്. വേക്കൻസി SC 9, ST 9, OBC നോൺ ക്രീമി ലെയർ 34, EWS 13, UR 5. ടോട്ടൽ 70 വേക്കൻസി. 2 തസ്തികകളായി 212 വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓൺലൈൻ അപേക്ഷ സ്വീകരിച്ചു തുടങ്ങിയത് 2 ജനുവരി 2025 മുതലാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 31 ജനുവരി 2025. യോഗ്യത സൂപ്രണ്ടൻ്റ്. എസെൻഷ്യൽ ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിരിക്കുന്നത് ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നോ ബോർഡിൽ നിന്നോ ഉള്ള ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം, കൂടാതെ വർക്കിംഗ് നോളജ് ഓഫ് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് സച്ചാസ് വിൻഡോസ്, MS ഓഫീസ്, ഹാൻഡ്ലിംഗ് ഓഫ് ലാർജ് ഡാറ്റാബേസ്, ഇൻ്റർനെറ്റ് എന്നിവയാണ്. പ്രായം എന്ന് പറയുന്നത് 30 വയസ്സാണ്. മെത്തേഡ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ആദ്യഘട്ടം MCQ ബേസ്ഡ് പ്രിലിമിനറി സ്ക്രീനിങ് എക്സാമിനേഷനാണ്. ടയർ 2 ഒബ്ജക്റ്റീവ് ടൈപ്പ്, OMR ബേസ്ഡ് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് റിട്ടൺ മെയിൻ എക്സാമിനേഷൻ. കൂടാതെ ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം. കമ്പ്യൂട്ടറിൽ ഇംഗ്ലീഷ് ആണെങ്കിൽ 35 വേർഡ്സ് പെർ മിനിറ്റ്, ഹിന്ദി ആണെങ്കിൽ 30 വേർഡ്സ് പെർ മിനിറ്റ്. ടൈപ്പിംഗ് സ്പീഡ് നിർബന്ധമാണ്. അടുത്തത് ജൂനിയർ അസിസ്റ്റൻറ്റ്. എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നോ ബോർഡിൽ നിന്നോ ഉള്ള 12ാം ക്ലാസ് പാസ് അല്ലെങ്കിൽ തത്തുല്യം. കൂടാതെ ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. കമ്പ്യൂട്ടറിൽ 35 വേർഡ്സ് പെർ മിനിറ്റ് ഇംഗ്ലീഷ് ടൈപ്പിംഗ് സ്പീഡ്, അല്ലെങ്കിൽ ഹിന്ദിയിൽ 30 വേർഡ്സ് പെർ മിനിറ്റ് ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം. സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. പ്രായം എന്ന് പറയുന്നത് 18 വയസ്സിനും 27 വയസ്സിനും ഇടയിലായിരിക്കണം. SC ST കാറ്റഗറിക്ക് 5 വർഷത്തെ വയസ്സിളവും OBC കാറ്റഗറിക്ക് 3 വർഷത്തെ വയസ്സിളവും ലഭിക്കും ഉയർന്ന പ്രായപരിധിയിൽ. മെത്തേഡ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ആദ്യഘട്ടം MCQ ബേസ്ഡ് പ്രിലിമിനറി സ്ക്രീനിങ് എക്സാമിനേഷനാണ്. രണ്ടാം ഘട്ടം സ്കിൽ ടെസ്റ്റ്, അതായത് കമ്പ്യൂട്ടറിൽ 35 വേർഡ്സ് പെർ മിനിറ്റ് ഇംഗ്ലീഷ് ടൈപ്പിംഗ് അല്ലെങ്കിൽ 30 വേർഡ്സ് പെർ മിനിറ്റ് ഹിന്ദി ടൈപ്പിംഗ് ഉണ്ടാവണം. ഇത് ക്വാളിഫൈയിങ് നേച്ചറാണ്, പ്രത്യേകിച്ച് മാർക്കൊന്നും ലഭിക്കുന്നതല്ല. അപേക്ഷാ ഫീസ് അൺറിസർവ്ഡ്, OBC, EWS എന്നീ കാറ്റഗറിയിൽ വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് 800 രൂപയാണ് അപേക്ഷാ ഫീസായി വരുന്നത്. SC ST PWBD, എക്സ് സർവീസ്മാൻ, വുമൺ എന്നീ കാറ്റഗറിയിൽ വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷാ ഫീസൊന്നും അടയ്ക്കേണ്ടതില്ല. 2 തസ്തികകളിലേക്കും അപ്ലൈ ചെയ്യുന്നവർ സെപ്പറേറ്റ് ആയിട്ട് അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടതാണ്. എക്സാമിനേഷൻ സ്കീമിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കുവാൻ നോട്ടിഫിക്കേഷൻ കാണുക. പരീക്ഷാ കേന്ദ്രം 2 തസ്തികയ്ക്കുള്ള ആദ്യഘട്ടമായ പ്രിലിമിനറി എക്സാമിനേഷൻ കേരളത്തിൽ തിരുവനന്തപുരം മാത്രമാണ് പരീക്ഷാ കേന്ദ്രം. സിറ്റി കോഡ് 107. രണ്ടാം ഘട്ടത്തിൻ്റെയും സ്കിൽ ടെസ്റ്റിൻ്റെയും പരീക്ഷാ കേന്ദ്രങ്ങൾ എവിടെയാണെന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തവരെ പ്രത്യേകം അറിയിക്കുന്നതാണ്. ഈ തസ്തികകളിലേക്ക് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ 31 ജനുവരി 2025 മുൻപായി www.cbse.gov.in എന്ന വെബ്സൈറ്റിലൂടെ അപേക്ഷിക്കേണ്ടതാണ്. നോട്ടിഫിക്കേഷൻ ലിങ്കും ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുവാനുള്ള ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ചെക്ക് ചെയ്താൽ മതി. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ നല്ല മികച്ച ശമ്പളത്തോടെ സ്ഥിരം ജോലി ആഗ്രഹിക്കുന്നവർക്ക് വന്നെത്തിയിരിക്കുന്ന ഒരു മികച്ച അവസരമാണ് ഈ CBSE റിക്രൂട്ട്മെൻറ്റ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കണ്ട. മറ്റൊരു ജോബ് റിലേറ്റഡ് വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്